നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആസ്മ എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ആസ്മ എന്നുള്ളത് നമ്മളുടെ ശ്വാസകോശങ്ങൾക്ക് വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആസ്മ? നമ്മളുടെ ശ്വാസകോശങ്ങളുടെ അതുപോലെ തന്നെ ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ശ്വാസനാളികൾ അഥവാ എയർവേസ്, ഈ എയർവേസ് വളരെ ചുരുങ്ങുകയും അതുകൊണ്ട് തന്നെ അവയിൽ കഫം കൂടുതലായിട്ട് ഉണ്ടാകുന്നു. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ കഫം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് ശ്വസനം വളരെ ബുദ്ധിമുട്ട് ഏറിയതാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ആസ്മയിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ആസ്മ നമ്മളുടെ ശരീരത്തിൽ അതുമല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അതുമല്ലെങ്കിൽ സാഹചര്യങ്ങൾ? പ്രധാനമായിട്ടും ആസ്മ ഒരാൾക്ക് ഉണ്ടാകുന്നത് അയാളുടെ ശരീരം ചില പ്രത്യേക വസ്തുക്കളോട് അലർജി ഉണ്ടാക്കുമ്പോഴാണ്. പ്രത്യേക വസ്തുക്കളോട് അലർജി എന്ന് പറയുമ്പോൾ സാധാരണമായിട്ട് നമുക്ക് ഏവർക്കും അറിയാം, ഈ വസന്തകാലത്തും മറ്റും നമ്മളുടെ അന്തരീക്ഷത്തിലെല്ലാം പലതരത്തിലുള്ള പൂമ്പൊടിയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാം, അല്ലേ? പോളൻ എന്ന് പറയും. അപ്പോൾ ഈ പോളൻ പലർക്കും അലർജിക്കായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ പോളൻ മാത്രമല്ല, പെറ്റ് ഡാൻഡർ എന്ന് പറയും. അതായത് നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ, ഈ വളർത്തു മൃഗങ്ങൾ ശരീരത്തിൽ നിന്ന് പൊഴിക്കുന്ന ചെറിയ വളരെ സൂക്ഷ്മമായ കണികയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പെറ്റ് ഡാൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെറ്റ് ഡാൻഡറും പലർക്കും, അപ്പോൾ പ്രത്യേകിച്ച് ഈ വളർത്തുമൃഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അവരുടെ ശരീരത്തിലെ രോമരാജികളിൽ നിന്ന് ഉണ്ടാകുന്ന ഈ പെറ്റ് ഡാൻഡർ, ചിറകുകളുള്ള പക്ഷികളെല്ലാം ആണെങ്കിൽ അവയ്ക്കുമുണ്ടാകാം. അവയുടെ ഈ ചിറകുകളിൽ നിന്ന് പലപ്പോഴും ഈ പെറ്റ് ഡാൻഡർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പെറ്റ് ഡാൻഡറും പലർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. യെസ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ആൻഡ് എസ് ഷമീർ ഗുഡ് ഈവനിങ്, രാജേഷ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഇങ്ങനെ ഈ പെറ്റ് ഡാൻഡർ ഇതിന് മറ്റൊരു കാരണമാകുന്നുണ്ട്. പിന്നെയുള്ളത് മോൾഡ് സ്പോർട്സ് എന്ന് പറയും. മോൾഡ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ വീടിന് പുറകിൽ ഷെഡിലും അതുമല്ലെങ്കിൽ ബാത്റൂം തന്നെ കുറച്ചു കാലം നനവേറിയ ഭാഗം കുറച്ചു കാലം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവിടെ പലതരത്തിലുള്ള ഫംഗസുകളും അതുപോലെ തന്നെ ചെറിയ സൂക്ഷ്മമായ ചില ചെടികളെല്ലാം അവിടെ ഉണ്ടാകുന്നത് കാണാം. അപ്പോൾ പ്രത്യേകിച്ച് ഈ അടഞ്ഞു കിടക്കുന്ന മുറികൾ, അല്പം നനവുള്ള മുറികളിലെല്ലാം ആണെങ്കിൽ പഴയ വീടുകളിലെല്ലാം നമുക്ക് അനുഭവിക്കാം, അല്ലെ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നതായിട്ട് കാണാം. ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മോൾഡ് സ്പോർട്സിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇങ്ങനെ ഈ നനവേറിയ ഇടങ്ങളിൽ ഈ മോൾഡ് സ്പോറുകൾ, ഇതും പലർക്കും പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് കാണുന്നു. പിന്നെയുള്ളത് ഡസ്റ്റ് മൈറ്റ്സ് ആണ്. ഡസ്റ്റ് മൈറ്റ്സ് എന്താണ്? അതായത് പൊടികൾ. നമ്മൾ സാധാരണ പൊടി എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും നമ്മളുടെ അന്തരീക്ഷത്തിൽ അതുമല്ലെങ്കിൽ വീടുകൾക്കുള്ളിലെല്ലാം നിലനിൽക്കുന്ന പൊടികളിൽ അവയിൽ പലപ്പോഴും മനുഷ്യ ശരീരത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പെറ്റ് ഡാൻഡർ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്നും പൊഴിക്കപ്പെടുന്ന ചെറിയ സ്കിന്നിൻ്റെ ചെറിയ പദാർത്ഥങ്ങൾ, ഈ പദാർത്ഥങ്ങളാണ് യഥാർത്ഥത്തിൽ ഡസ്റ്റ് മൈറ്റ്സ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ ഈ ടിക്സ്, അതുമല്ലെങ്കിൽ നമ്മളുടെ ചിലന്തിയുടെ എല്ലാം വിഭാഗത്തിൽ വരുന്ന വളരെ സൂക്ഷ്മമായ ഒരു ജീവിയാണ്. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റ്സും പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആസ്മയ്ക്ക് കാരണമാകുന്നു. പിന്നെ നമുക്ക് സാധാരണമായിട്ട് അറിയാവുന്നതാണ് ഇന്ന് അന്തരീക്ഷ മലിനീകരണം, അല്ലേ? എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കെമിക്കൽസ്, അതേപോലെ തന്നെ പുക, ഇതെല്ലാം പലരിലും ആസ്മ അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, പൊതുവെ തണുത്ത ക്ലൈമറ്റ്, വളരെ തണുവേറിയ സ്ഥലങ്ങളിലാണ് ആസ്മ അറ്റാക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. പിന്നെ ജീവിത സംഘർഷം, മാനസിക സംഘർഷം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വേറെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം എക്സിമ, അതുമല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമാറ്റൈറ്റിസ് അല്ലെങ്കിൽ അറ്റോപിക് ഡെർമാറ്റൈറ്റിസ് എന്നെല്ലാം പറയുന്ന പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും പലപ്പോഴും നിങ്ങൾക്ക് ആസ്തമ ഉണ്ടാകുന്നതായിട്ട് പലതരത്തിലുള്ള കാരണങ്ങൾ യഥാർത്ഥത്തിൽ
ആസ്മയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആർക്കെല്ലാമാണ് യഥാർത്ഥത്തിൽ ആസ്മ വരാനുള്ള സാധ്യത കൂടുതൽ? ഒന്ന്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആസ്മയുണ്ടെങ്കിൽ, അച്ഛനോ അമ്മയ്ക്കോ സഹോദരിമാർക്കെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നു. രണ്ട്, നിങ്ങൾ പുകവലിക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണെങ്കിൽ പുകവലിക്കാർക്ക് ആസ്മ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക്, പിന്നെ നിങ്ങളുടെ ജോലിയുമായും കുറെയെല്ലാം ഇതിന് ബന്ധം ഉണ്ടാകാം. പൊടി നിറഞ്ഞ ഒരു കരിങ്കൽ കോറയിൽ അല്ലേ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആസ്മയുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ അയാൾക്ക് ആസ്മ വരാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജോലിയുമായി, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ബാർബർ ഷോപ്പിലെല്ലാം ഹെയർ ഡൈ എല്ലാം ചെയ്യുന്നവർ, അപ്പോൾ ഈ ഡൈയുടെ സ്മെല്ല് സ്ഥിരമായിട്ട് അടിക്കുന്നത്, കെമിക്കൽ സ്മെല്ല് സ്ഥിരമായിട്ട് അടിക്കുന്നത് ചിലർക്ക് ആസ്മ ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ പൊതുവെ ഈ പറഞ്ഞ ആസ്മയ്ക്ക് എന്താണ് പറയേണ്ടത്, വിധേയരാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി എങ്ങനെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ, അതുമല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആസ്മയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? അതിനു മുന്നേ ഞാൻ ഇത്രയും പറഞ്ഞ ഭാഗം ഒന്ന് ഇപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്ക് വേണ്ടി, ഇംഗ്ലീഷ് മാത്രം മനസ്സിലാകുന്നവർക്ക് വേണ്ടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം, എങ്ങനെ ആസ്മയെ പ്രതിരോധിക്കാം എന്നുള്ള ഭാഗത്തിലേക്ക്. So today we are discussing asthma and when asthma suffocates your lungs. That's the topic today. Asthma is actually a disorder of the lungs in which the constriction of your airways, that is the airways to your lungs, they get constricted and lot of mucus is produced, and this mucus in turn leads to troubles in your respiration or breathing. This is what is asthma. And what are the common signs and symptoms of asthma? You may feel difficulty to breathe, then also there may be light tightness of the chest, and sometimes the tightness may be really severe. Then also there can be a wheezing sound, especially when you are breathing out, there can be a wheezing sound, and this is prominent in children. This is a prominent symptom in children. So these are the common signs of asthma. And now what are the risk factors, or what are the causes of asthma? Mainly asthma can be triggered by many triggers, especially mold spores, then dust mites. Dust mites, you know, dust mites are very small livings which are found in the dust inside our home. And there are mold spores. Mold spores are found in the damp areas in our home, like especially in the backyard, or also in bathrooms, old bathrooms, and where there are damp spaces. And also you can feel a peculiar type of smell if you go to old homes and or a home which is closed for a long time. If you go there, you can see or you can feel a peculiar smell, and this is the smell of mold spores. And there can be it can be also triggered by pollens, especially when it is spring season, and there can be lot of pollen in there, and this can also trigger asthma in many people. And the other reasons can be, one is pollution. Especially nowadays the air pollution levels are really high. There may be chemicals in the atmosphere and also smoke in the atmosphere. All these things can trigger asthma in a person. And again, the other reasons can be if you are already having some sort of allergic diseases like allergic dermatitis or else hay fever. If these sort of diseases are there for you already, then you are already at risk of asthma. Another reason is smoking. Those who are smoking, they are more prone to get asthma. And if you are overweight, if your weight is really high, then also you can get asthma. These are some of the common reasons for trigger of asthma. And please do keep in mind, asthma can be triggered, or else you are at high risk of asthma if any one of your family member is having asthma. If one of your family member is having asthma, you are having high chances of getting asthma. These are the common things that we have to keep in mind before going into the treatment of asthma. Okay, now let us explain how we can control asthma. എങ്ങനെയാണ് ആസ്മയെ ഇനി നമുക്ക് നല്ല രീതിയിൽ ഒരു
ശാന്തതയിലേക്ക്, അതുമല്ലെങ്കിൽ എങ്ങനെ ആസ്മയുടെ ഈ പറഞ്ഞ ലക്ഷണങ്ങളെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളത് നമുക്കിനി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ്മ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, ഈ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്ന കാര്യങ്ങളെ, അതുമല്ലെങ്കിൽ ഈ ട്രിഗേഴ്സിനെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിഹരിക്കേണ്ടത്. അപ്പോൾ ആസ്മ സാധാരണമായി ശരീരത്തിൽ ട്രിഗർ ചെയ്യാൻ എന്തെല്ലാമാണ് കാരണമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെസ്മേറ്റ് ഉണ്ടാകാം, അതുമല്ലെങ്കിൽ പോളൻ ഉണ്ടാകാം, പെഡാൻഡർ ഉണ്ടാകാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ ഇവയെല്ലാം പരിഹരിക്കാൻ ഒന്നാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്നത്, വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, എയർ കണ്ടീഷൻ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എയർ കണ്ടീഷനിൽ ഇരുന്നാൽ ആസ്മയുടെ സിംറ്റം കൂടുമെന്നല്ല. അത് തെറ്റിദ്ധാരണയാണ്. എയർ കണ്ടീഷനിങ് എന്താണ്? എയറിനെ കണ്ടീഷൻ ചെയ്യുകയാണ് എയർ കണ്ടീഷനിങ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും തണവ് കുറച്ച് നിങ്ങൾക്ക് എയർ കണ്ടീഷനിങ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് വല്ലാത്ത തണുപ്പ് വയ്ക്കരുത്, ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എയർ കണ്ടീഷണറുകൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടിയെ ഒരു പരിധിവരെ, പൊടിയെയും പോളിനെയും എല്ലാം തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിൽറ്ററുകൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്താണ്? ഫിൽറ്ററുകളിലാണ് പലപ്പോഴും ഈ പൊടിയെല്ലാം അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഫിൽറ്ററുകളിൽ പൊടി തങ്ങുകയും അതിൻ്റെ ഭാഗമായി വീണ്ടും ആസ്മ കൂടാനും കാരണമാകും, ഫിൽറ്ററുകൾ ക്ലീനാക്കാതെ വയ്ക്കുകയാണെങ്കിൽ. മറ്റൊന്ന്, നിങ്ങളുടെ വീട്ടിലെ നനവുള്ള ഇടങ്ങൾ, പ്രത്യേകിച്ച് ഈ ബാത്റൂമിൻ്റെ കോണുകൾ, അതുപോലെ വാഷിംഗ് മെഷീനെല്ലാം ഇരിക്കുന്നതിൻ്റെ ആ ഭാഗം, അതേപോലെ ഇനി ചില വീടുകളിൽ ചെല്ലുകയാണെങ്കിൽ ഈ വർക്ക് ഏരിയയുടെ ഒരു കോണെല്ലാം പലപ്പോഴും ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിലുള്ള നനവേറിയ ഭാഗങ്ങൾ വളരെ തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയി തന്നെ സൂക്ഷിക്കാനായി ശ്രമിക്കുക. കാരണം അതല്ലെങ്കിൽ അവിടെ പൂപ്പലുകൾ ഉണ്ടാകാം. ഈ പൂപ്പലുകൾ, അതുമല്ലെങ്കിൽ മോൾ സ്പോർട്സിൽ നിന്ന് നിങ്ങൾക്ക് ആസ്മ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തത് ഡെസ്മൈറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊടി. ഈ പൊടിയിൽ പലപ്പോഴും ഡെസ്മൈറ്റ്സ് എന്ന് പറയുന്ന വളരെ ചെറിയ ജീവികൾ ഉണ്ടാകാം. അപ്പോൾ ഈ ഡെസ്മൈറ്റ്സിനെ തടയിടാൻ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും തലേണയും കിടക്കയും പുതപ്പും എല്ലാം തന്നെ വളരെ പൊടിയില്ലാത്ത രീതിയിൽ സൂക്ഷിക്കുക. 2, അവയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കുക. കർട്ടനുകളും അതുപോലെ തന്നെ വീടുകളിലുള്ള ബാക്കി ഈ ജനാലകൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇവയെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പുകവലി ഉള്ളവരാണെങ്കിൽ ഈ പുകവലി ഒഴിവാക്കുക. പുകവലി ശീലം ആസ്മയ്ക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അതേപോലെ തന്നെ അമിത വണ്ണമുള്ളവർ സ്വന്തം വണ്ണം നിയന്ത്രിക്കാനുമായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ ഈ ആസ്മയുടെ സിംറ്റംസിനെ കുറിച്ചൊരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇക്കാലത്തെ പീക്ക് ഫ്ലോ മീറ്റർ എന്നെല്ലാം പറഞ്ഞുള്ള വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം ഏതൊരു മെഡിക്കൽ സ്റ്റോറിലും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത് വച്ച് നിങ്ങളുടെ ഈ പീക്ക് എക്സ്പിറേറ്ററി റേഷ്യോ, അതുമല്ലെങ്കിൽ ഈ പുറത്തേക്ക് ശ്വാസം വിടുന്നതിൻ്റെ അളവുകോലുകൾ, ഇതാണ് നമ്മൾ സാധാരണ ഒരു ആസ്മ രോഗിയുടെ ആസ്മയുടെ കാഠിന്യം മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആസ്മയുടെ ലക്ഷണങ്ങൾ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ശ്വസനത്തിന് കൂടുതലായി തടസ്സം നേരിടുന്നുണ്ടോ എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ ഒരു ആസ്മ ഡയറിയും നിർബന്ധമായിട്ട് സൂക്ഷിക്കുക. മറ്റൊന്ന്, നിങ്ങൾക്ക് അപ്പോൾ ഇതെല്ലാം ആസ്മയ്ക്കുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ്. പക്ഷേ ഇതല്ലാതെ ഇനി ആസ്മ വന്നു കഴിഞ്ഞാൽ ഇതിനെ ചികിത്സിക്കാനായിട്ട് നിങ്ങൾക്ക് പല മാർഗങ്ങൾ ഇക്കാലത്ത് ലഭ്യമാണ്. എന്നാൽ തന്നെ പരമ്പരാഗത ചികിത്സകളുടെ ഒരു സമ്പ്രദായത്തിലൂടെ പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രകൃതിജന്യമായ ഭക്ഷണ വസ്തുക്കൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം കൂടുതലായിട്ട് ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇങ്ങനെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് കഴിക്കുക. അപ്പോൾ ഇത് ശരീരത്തിന് മൊത്തത്തിൽ തന്നെ നമ്മളുടെ ലങ്സിൻ്റെ, അതുമല്ലെങ്കിൽ സഹായകരമാണ്. എങ്കിൽ തന്നെ ആസ്മ വല്ലാതെ ഇളകിയിരിക്കുന്ന സമയത്ത് പലപ്പോഴും സലാഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സലാഡുകൾ കാരണം നമുക്കറിയാം ഇത് തണവാണ്. അതുകൊണ്ട് തന്നെ സലാഡുകൾക്ക് പകരമായി പച്ചക്കറികളും മറ്റും ഒന്ന് സ്റ്റീം ചെയ്ത് ലൈറ്റായിട്ടൊന്ന് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ പച്ചക്കറികളുടെ ഈ തണവുള്ള പ്രകൃതം
അപ്പോൾ നിങ്ങൾക്ക് ഇത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ തണവ് ശരീരത്തിൽ കയറി പിടിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. 2, ഇളം ആസ്മ അറ്റാക്സ് ഉള്ള സമയത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്ക്, അതല്ലെങ്കിൽ ജിഞ്ചർ, ഇഞ്ചി, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെയാണ് തുളസിയില ഇട്ട വെള്ളവും കുടിക്കുന്നത് പൊതുവേ ഈ ശരീരത്തിൽ നിന്ന് കഫം പുറത്തേക്ക് കളയാനായിട്ട് തുളസിയും അതുപോലെ തന്നെ ചുക്കും ഇത് രണ്ടും ഇട്ട് തിളപ്പിച്ച വെള്ളമായാലും തെറ്റില്ല. ഇതെല്ലാം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് സ്റ്റീം ഇൻഹലേഷൻ. നിങ്ങൾ ആവി പിടിക്കുകയാണെങ്കിൽ, പലരും ആവി പിടിക്കുന്നത് എന്തോ ഒരു ചടങ്ങ് തോർത്ത് തലയിലൂടെ മുകളിലേക്കിടും, ഈ ആവി പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല വേണ്ടത്. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ വിടുക, അടുത്ത റൗണ്ട് വായിലൂടെ ശ്വാസം എടുത്ത് മൂക്കിലൂടെ വിടുക. അപ്പോൾ ഈ ആവി പിടിക്കുന്ന വെള്ളത്തിലും നിങ്ങൾക്ക് തുളസിയില ഇടുകയാണെങ്കിൽ ഈ തുളസിയിലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടി ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തുളസി നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എസ് ജേഷ്മ, ഗുഡ് ഈവനിങ്. അപ്പോൾ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ജിഞ്ചർ, ഗാർലിക്, അതായത് ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പൊതുവെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ശ്വാസകോശങ്ങളിലെ നീർക്കെട്ടാണ് പലപ്പോഴും ഈ ആസ്മയ്ക്ക് ഒരു കാരണമാകുന്നത്. അതുമല്ലെങ്കിൽ നമ്മളുടെ ശ്വാസനാളികളിലെ നീർക്കെട്ടാണ്. അപ്പോൾ ഈ നീർക്കെട്ട് അതുമല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ ഒഴിവാക്കാനായിട്ട് omega-3 ഫാറ്റി ആസിഡ് ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ചെറിയ മത്സ്യങ്ങൾ, അതേപോലെ ഫ്ലാക്സീഡ് ചണവിത്ത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡും നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് ലഭിക്കും. പിന്നെ ചെയ്യാവുന്നത്, പൊതുവെ ആസ്മയുടെ സിംറ്റംസിന്, ആസ്മയുടെ ലക്ഷണങ്ങൾക്ക് അക്യുപഞ്ചർ വളരെ ഫലപ്രദമാണ് എന്നിന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അക്യുപഞ്ചർ ചികിത്സ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആസ്മയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ പ്രാഗൽഭ്യമുള്ള ഒരു ഡോക്ടറെ പോയി കണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ചികിത്സ ക്രമീകരിക്കുക. പിന്നെ ഈ ശ്വാസകോശങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും അതേപോലെ തന്നെ ശ്വാസം കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് എടുക്കാനുമെല്ലാം യോഗയുടെ പരിശീലനം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മളിപ്പോൾ ഈ ആസ്മയെക്കുറിച്ചുള്ള ഈ ടോക്ക് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രാണായാമങ്ങൾ, ഇതെല്ലാം തന്നെ. പ്രാണായാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണ പ്ലസ് ആയാമം, അതായത് പ്രാണന്റെ വർധനവ്, അതുമല്ലെങ്കിൽ പ്രാണന്റെ വികാസം. ഇതാണ് നാം പ്രാണായാമം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രാണൻ? വായു തന്നെ. അപ്പോൾ ശ്വാസം വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളുടെ ശ്വാസകോശങ്ങളുടെ കപ്പാസിറ്റി, ലങ് കപ്പാസിറ്റി കൂട്ടിയെടുക്കാനുമെല്ലാം പ്രാണായാമങ്ങളുടെ അഭ്യാസം തീർച്ചയായിട്ടും സഹായിക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി, നമുക്ക് ടെൻഷൻ അഥവാ ജീവിത സംഘർഷമുണ്ടെങ്കിൽ എപ്പോഴും ആസ്മ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർക്കുക, ജീവിത സംഘർഷങ്ങൾ ലഘൂകരിക്കണം. അതിനുവേണ്ടിയും ഈ പറഞ്ഞ യോഗയുടെയും അതുപോലെ പ്രാണായാമങ്ങളുടെയും മെഡിറ്റേഷൻ്റെയും എല്ലാം അഭ്യാസം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഒരിക്കലും ഒരു കാര്യം, അതിനെക്കുറിച്ചുള്ള ഭീതിയാണ് പലർക്കും. അയ്യോ, ഇന്ന് ശ്വാസം മുട്ട് കടുക്കുമോ, എനിക്കിനി ഇൻഹേലറില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലെ എന്താകും? ഈ ഒരു പേടിയിൽ നിന്ന് വിമോചനം നേടിയാൽ തന്നെ ഏതൊരസുഖവും മനസ്സിലാക്കുക. ഏതൊരസുഖത്തെയും നിങ്ങൾ പേടിച്ച് മാറി പകച്ചു നിൽക്കുമ്പോഴാണ് ആ അസുഖത്തിൻ്റെ കാഠിന്യം കൂടുക. എന്നാൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ, നെഞ്ചിൽ ഈ പറഞ്ഞ പോലെ ഭാരം, അതുമല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ മനസ്സുകൊണ്ട് തന്നെ വീക്ഷിച്ച് പേടിയില്ലാതെ വീക്ഷിക്കാനുള്ള ഒരു മെഡിറ്റേറ്റീവ് ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെ വീക്ഷിച്ച് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഒരു പരിധിവരെ കഴിയും. അതുകൊണ്ട് ആസ്മയെ പേടിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നല്ല ജീവിതശൈലിയും അതേപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണവും എല്ലാം ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആസ്മയെ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. So let me translate what I told just now. So we were speaking on the remedial measures that one should take if they are having asthma. The first thing is we should avoid the triggers, especially in order to avoid the dust mites.
You should keep your rooms very clean, especially the carpets, the pillows that you use, the bed sheets, everything should be clean. And the pillows and all you can keep in an enclosure, like it should be enclosed almirahs and all you can keep, so that dust will not be going into the pillows. And another thing is to avoid the mold spores which are seen in the damp areas in your home. What you should do, you should keep the area very dry, especially in all homes and all you can see mold spores. So try to clean your homes at least once in a week. If it is remaining closed, try to see that it is cleaned very frequently. This is another factor that you should keep in mind. Then also, in order to avoid the pet dander, what are pet danders? Pet dander is actually the particles from the skin or the feather or fur of our pets in the homes. So you should keep away from pets if you are having asthma. And also you should see that your pets are cleaned very frequently. They are given bath, shower occasionally. Otherwise what will happen, these furs and feathers may fly and it can cause a trigger of asthma in you. Then the other thing that you should keep in mind is that you should keep away from smoking. Smoking is a big trigger of asthma, so please do keep away from smoking. And also you should regulate your weight. If you are overweight, you are having high chances of getting asthma. These are some of the things that you should keep in mind if you want to prevent asthma. Then these are the preventive measures. But what you can do if you are having real asthma attack? Nowadays, in traditional medicine, acupuncture has been found really effective for managing the asthma symptoms. But try to find a good doctor who is having experience in treating asthma, and he can definitely help you with acupuncture. And another aspect that you can practice is yoga and meditation. As asthma can be triggered by stress and strain, yoga can be really effective. And also the pranayams, the breathing techniques. These breathing techniques can in turn help to improve the lung capacity. So you can practice surely yoga and meditation as well as pranayams. And also some home remedies which you can try. One thing that you should keep in mind if you are having asthma is that you should keep away from phlegmatic foods. What are phlegmatic foods? Those foods which will aggravate the phlegm in the body, especially dairy products and red meat. These sort of things you should avoid if you are having asthma. But try to include more of vegetables and fruits. Vegetables and fruits are rich in vitamins and nutrients. This will again improve your immunity, and this way asthma can be prevented. But try to see that you are not taking salads in the normal form. What happens is salads usually are very cool. So this may in turn aggravate the asthma suddenly. So what you should do, you can lightly steam the vegetables if you are taking it in the salad form. So that way you can consume it, and vegetables and fruits should be consumed more in your food. And also try to take warm drinks which contain dried ginger, or ginger itself can be consumed, and also basil leaves you can mix with water. The basil leaves, they are having antibiotic properties, and this dried ginger and ginger, they are having anti-phlegm property, like the phlegm in the body will be flushed out if these things are consumed. So, and try to take warm drinks as well as soups, warm vegetable soups if you are having asthmatic attacks. This will again help to improve the symptoms. And one more small tip is, like, you can try steam inhalation. But if you are doing the steam inhalation, try to see that you are putting basil leaves in the water. And also many people do just steaming, they keep their head covered and they sit and take the steam, but it is not that way. You should breathe in through the nose and breathe out through the mouth, then breathe in through the mouth and breathe out through the nose if you want to take the steam inhalation in the proper manner. So these are some of the tips that you can keep in mind. And another factor that you should always remember is never fear asthma. So that's why we are giving the meditation training here. So when you start getting the asthma, try to visualize the symptoms and don't panic. Try to visualize what is happening in your body, and this meditative observation
in turn it has been found that it reduces the severity of symptoms. So meditation will definitely help you. It will help you to calm down. It will help you to reduce the stress, and also it will help you to come out of the fear of asthma symptoms. So do practice yoga and meditation regularly. It will definitely help you. And hope everyone liked the talk on asthma. ആസ്മയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. മെഡിറ്റേഷൻ അല്ലേ? നമ്മൾ ഇനി മെഡിറ്റേഷൻ ട്രെയിനിങ്ങിലേക്ക് കിടക്കുകയാണ്. വി വിൽ ഗോ ടു ദ മെഡിറ്റേഷൻ. ആരെങ്കിലും ഇന്ന് പുതുതായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ടോ? ആരെങ്കിലും ഇന്ന് പുതുതായി ക്ലാസ്സിൽ വന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഐ വിൽ വെയിറ്റ് ഫോർ ഹാഫ് എ മിനിറ്റ്. ഞാൻ അര മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും പുതുതായി ഇന്നത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് യെസ് പറയുക. ഐ വിൽ വെയിറ്റ് ഫോർ 30 seconds. ഓക്കെ, പുതുതായി ആരുമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളുടെ ഒരു ആവർത്തനം. വി വിൽ ഗോ ഫോർ എ റെപ്പിറ്റേഷൻ ഓഫ് ദ ഓൾ ടെക്നിക്സ് ആൻഡ് സം ന്യൂ സ്റ്റെപ്സ് ഐ വിൽ ഇൻക്ലൂഡ് ടുഡേ. സോ ഗെറ്റ് റെഡി ഫോർ ദ പ്രാണായാംസ് ആൻഡ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനും പ്രാണായാമങ്ങൾക്കുമായി ശരീരവും മനസ്സും തയ്യാറാക്കുക. നട്ടെല്ലും ശിരസ്സും നിവർന്നിരിക്കട്ടെ. ഒരു കൈപ്പത്തിയുടെ മുകളിലായി മറു കൈപ്പത്തി വച്ച് കണ്ണുകൾ അടച്ച് ധ്യാനാവസ്ഥയിൽ നിലകൊള്ളുക. യെസ്, നമസ്തേ ലക്ഷ്മി. നട്ടെല്ലും ശിരസ്സും നിവർന്നിരിക്കട്ടെ. ഒബ്സർവ് യുവർ ബ്രീത്തിങ്. മനസ്സിൽ ശ്വസനം നോക്കിക്കാണുക. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. ഇനി മെല്ലെ ഉദരശ്വസനം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കവേ ഉദരഭാഗം മുകളിലേക്ക് വരുന്നതും ശ്വാസം പുറത്തേക്ക് വിടവേ ഉദരഭാഗം താഴേക്ക് വരുന്നതും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ലെറ്റ് us start abdominal breathing. In 2, 3, 4. 2, 3, 4. 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 ഇനി മെല്ലെ കൈപ്പത്തികൾ നെഞ്ചിന് മുകളിലായി പ്രതിഷ്ഠിച്ച് the chest breathing. Let us go for the chest breathing now. Keep both the palms over the chest. Observe the changes happening to the chest region as you breathe in and out. Let us start. In 2, 3, 4. 2, 3, 4. In 2, 3, 4.
2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. Now, keep both the palms over the shoulders. Let us go for the shoulder breathing. In, 2, 3, 4. Yes, 2, 3, 4. 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 Slowly keep the palms down, one palm over the other palm. Let us go for the full yogic breathing. In, 2, 3, 4. Yes, 2, 3, 4. 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 Slowly bring the breathing back to normal stage. Feel the beautiful changes all over the body and mind following the full yogic breathing. The mind is relaxed, body is relaxed, മനസ്സും ശരീരവും അഗാധമായ വിശ്രമാവസ്ഥയെ പുൽകി നിൽക്കുന്നത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. ഇനി നമുക്ക് പൂർണ്ണ യോഗിക ശ്വസനം സ്റ്റെപ്പ് ലാഡർ പാറ്റേണിൽ ഒന്ന് അഭ്യസിക്കാം. ലെറ്റ് us practice the full yogic breathing in step ladder pattern, combining inhalation and exhalation in step ladder pattern. Let us start. Sit straight, eyes closed. Full yogic breathing in step ladder pattern. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In,
hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. Slowly bring the breathing back to normal stage. ശ്വസനം സാധാരണഗതിയിലേക്ക് കൊണ്ടുവന്ന് മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരമായ വിശ്രമത അനുഭവിച്ചറിയുക. Visualize the beautiful changes all over the body and mind. Keep a beautiful smile on your face. Now let us practice the extension of breathing. We will go from 4 counts to 8 counts of inhalation and exhalation, and then come back to 4 to 8, and then in the descending order from 8 to 4. Sit straight. In, 2, 3, 4. Yeah, 2, 3, 4. In, 2, 3, 4, 5. Yeah, 2, 3, 4, 5. In, 2, 3, 4, 5, 6. Yeah, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. Yes, 2, 3, 4, 5, 6, 7, 8. Now the descending order. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. Yes, 2, 3, 4, 5, 6. In, 2, 3, 4, 5. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4. Slowly bring the breathing back to normal state. Visualize the beautiful changes all over the body and mind following the extension of breathing.
മനസ്സിനും ശരീരത്തിനും നാം ഇപ്പോൾ ചെയ്ത അഭ്യാസം വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിശ്ചലരായി നിലകൊള്ളുക. Now, let us go for the next technique. Let us practice the breathing with internal and external retention. That is the Antar and Bahya Kumbhakas. We will practice the breathing with Antar and Bahya Kumbhakas. So up to last day we practiced inhalation to the count of 4, holding the breath inside to the count of 4, then breathing out to the count of 4, holding the breath out to the count of 4. So today we are going to increase it slightly. That is, we are going to practice it in the ratio 5:5:5:5. That is, inhalation will be 5, holding internal retention will be 5, exhalation will be 5, external retention also will be 5 counts. Let us start now. Sit straight, eyes closed. Now, in 2, 3, 4, 5, hold, 2, 3, 4, 5, yes, 2, 3, 4, 5, hold, 2, 3, 4, 5, in, 2, 3, 4, 5, hold, 2, 3, 4, 5, yes, 2, 3, 4, 5, hold, 2, 3, 4, 5, in, 2, 3, 4, 5, hold, 2, 3, 4, 5, yes, 2, 3, 4, 5, hold, 2, 3, 4, 5, in, 2, 3, 4, 5, hold, 2, 3, 4, 5, yes, 2, 3, 4, 5, hold, 2, 3, 4, 5, in, 2, 3, 4, 5, hold, 2, 3, 4, 5, yes, 2, 3, 4, 5, hold, 2, 3, 4, 5, in, 2, 3, 4, 5, hold, 2, 3, 4, 5, yes, 2, 3, 4, 5, hold, 2, 3, 4, 5, in, 2, 3, 4, 5, hold, 2, 3, 4, 5, yes, 2, 3, 4, 5, hold, 2, 3, 4, 5, in, 2,
3, 4, 5. Hold. 2, 3, 4, 5. Yes. 2, 3, 4, 5. Hold. 2, 3, 4, 5. In. 2, 3, 4, 5. Hold. 2, 3, 4, 5. Yes. 2, 3, 4, 5. Hold. 2, 3, 4, 5. In. 2, 3, 4, 5. Hold. 2, 3, 4, 5. Yes. 2, 3, 4, 5. Hold. 2, 3, 4, 5. In. 2, 3, 4, 5. Hold. 2, 3, 4, 5. Yes. 2, 3, 4, 5. Hold. 2, 3, 4, 5. Slowly bring the breathing back to normal stage. Visualize the beautiful changes all over the body and mind, following the breathing with internal and external retention. നാം അന്തരബാഹ്യ കുംഭകങ്ങളോട് കൂടി ചെയ്ത ഈ ശ്വസനം ശരീരത്തിനും മനസ്സിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ മനസ്സിൽ വീക്ഷിച്ചുകൊണ്ട് let there be a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. ശ്വസനഗതി വളരെ വളരെ ശാന്തമായിരിക്കുന്നു. ഹൃദയമിടിപ്പും ശാന്തമായിരിക്കുന്നു. The breathing rate is calmed down. The heart rate is calmed down. The mind is relaxed. The body is relaxed. No tensions, no strains anywhere in the body. Now let us go for the guided meditation, the guided relaxation. Visualize each part of your body in your mind and try to relax that part with the power of your mind. Do not open your eyes. കണ്ണുകൾ തുറക്കാതെ മനസ്സുകൊണ്ട് ഓരോ ശരീരഭാഗവും വീക്ഷിച്ച് അവയെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. If you want to lie down, you can lie down and practice this technique in the lying down pose. നിലത്ത് കിടക്കേണ്ടവർ നിലത്ത് കിടന്ന് ഈ അഭ്യാസം ചെയ്തുകൊടുക. വിശ്രമാവസ്ഥയെ ഉലയ്ക്കാതെ ശ്രദ്ധിക്കുക. Try to see that your relaxation is not disturbed if you go to lying down pose. Let us start. Visualize both the legs from the toes to the buttocks. Relax. Visualize the lower back. Relax. Middle back. Relax. The upper back. Relax. Visualize the whole back region, the spinal cord, each vertebrae of the spinal cord, the small joints in between the spinal cord. Relax. Visualize all the muscles of your back region. Relax. Slowly visualize the lower abdomen,
Relax the internal organs in the lower abdomen, the urinary bladder, both the kidneys behind. Relax. Visualize your abdomen. Feel the up and down movement of your abdominal wall. Relax. Visualize the internal organs of your abdomen, the stomach, the small intestine, the large intestine, parts of your rectum, liver on the right hand side, spleen in the middle, the pancreas on the left side. Relax. All the organs of your abdomen is relaxed now. Slowly, very slowly, take your focus onto the diaphragm. Feel the up and down movement of your diaphragm. Relax. Visualize the chest region, the expansion and contraction of your chest as you breathe in and out. Relax. Both the legs. Relax. The breathing rate is calm down. The heart. Relax. The heart rate is calm down. Slowly, very slowly, take the focus onto your hands. Visualize both the hands from the fingers to the shoulder, the muscles of your hands, the joints. Relax. Visualize the neck region, the windpipe, the footpipe, the thyroid, the sound bones in the neck region. Relax. Slowly, very slowly, visualize the head. The brain. Relax. Slowly take the focus onto your face, the forehead, eyebrows, eyelids, both the eyes, ears, nose, both the legs, the tongue, both the cheeks, the chin, the ears. Relax. Now visualize the whole body in the present position. The body is completely relaxed. Scan for any tensions or any strains in any part of your body. Scan the body with your mind from the toes to the head, from the head to the toes. You can feel the tensions dissipating as you go on with the scanning. If you are feeling any sort of tension or strain in any part, try to visualize that tension, that strain in your mind, and you can feel the tension and strain easing down, calming down by itself. You don't have to put any effort. It calms down by itself. Now, visualize
a beautiful blue luminous light of relaxation slowly emanating, slowly starting from your toes, spreading through the legs, up, reaching the buttocks, spreading through the whole back, the blue luminous light, filling the lower abdomen, the internal organs, the abdomen, the internal organs, the chest, the internal organs, both the hands, the muscles, the neck region, the internal organs, the scalp, the brain, the face. The body is glowing. The body is filled with the blue luminous light of relaxation. No tension, no strain. The beautiful wave of relaxation flowing throughout the body and mind. Enjoy the state of silence inside. Enjoy the state of relaxation. Enjoy the state of weightlessness. Enjoy the state of calmness. Enjoy the state of happiness. Enjoy the state of freedom. Keep a beautiful smile on your face. Now, repeat the suggestions, the positive commands in your mind without opening your eyes or parting your lips. Just repeat the commands in your mind to yourself. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. Repeat it in the mind. മനസ്സിൽ നിശബ്ദമായി ഉരുവിടുക. Observe the state of happiness, health and confidence into the deepest core of your mind and heart. ഈ ഒരു ആത്മവിശ്വാസവും ആരോഗ്യവും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അഗാധ തലങ്ങളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് സ്വായത്തമാക്കിക്കൊണ്ട് കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കുക. Open up your eyes. Now let us go for the palming.
റബ് യുവർ പാംസ് ടുഗെദർ, രണ്ടു കരങ്ങളും കൂട്ടിത്തിരുമുക. ഇനി ഈ ഒരു ഇളം ചൂട് കണ്ണുകൾക്ക് ചുറ്റുമായി പകരുക 3 times. രണ്ട് കണ്ണുകളുടെയും ചുറ്റുമുള്ള മാംസപേശികൾക്ക് ഈ ഒരു ചൂട് പകരുക 3 times. That is the palming. So that finishes today's session here. I think today the number of people were very less. I had informed everyone that today onwards this program will be broadcasted from my official clinic page. But I think it has not reached, the message has not reached all the students. എല്ലാവർക്കും മെസ്സേജ് കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ഇതേപോലെ തന്നെ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈൽ അതിൻ്റെ പ്രൈവസി സെറ്റിങ്സ് റീഅഡ്ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം എല്ലാം പബ്ലിക്കിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടതല്ലോ നമ്മുടെ വ്യക്തി ജീവിതം. അതുകൊണ്ടാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രമാണിച്ച് അതൊന്ന് തുറന്നിരുന്നതാണ്. Now I am slowly cutting it down and I will be broadcasting the program from the clinic page now. So hope everyone could do the techniques today. എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. Can anyone reply yes or no? Like today the technique, that is the internal retention and external retention, we practiced 5:5:5:5. How many of you could do it? Please do reply. I will wait for half a minute, then we will wind up. ആർക്കൊക്കെ ചെയ്യാൻ സാധിച്ചു ഇന്ന് ഈ ടെക്നിക് എന്നുള്ളത് എനിക്കൊന്ന് റിപ്ലൈ തരിക. ഓക്കെ, അപ്പോൾ റിപ്ലൈകൾ വന്നില്ല. എന്താണെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ വൺ മോർ തിങ്, പ്ലീസ് ഡു that we did today, that is breathing with internal and external retention in 5:5:5:5 mode. So practice it in the same mode and try to practice at least 21 rounds of this breathing tomorrow also, and day after tomorrow we may increase the count slightly. So that way our target will be to reach 8:8:8:8 mode. So keep this in mind. അതായത് ഈ എല്ലാ ശ്വസനവും 8 എന്നുള്ള ഒരു കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നാളെ എല്ലാവരും ഈ 5:5:5:5 എന്ന കൗണ്ടിലുള്ള ബ്രീത്തിങ് ഒരു 21 റൗണ്ടെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്, എല്ലാവരും ഈ പേജ് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള പേജുണ്ട്, ഡോക്ടർ ദിനേശ് കർത്ത, അതും ലൈക്ക് ചെയ്യുക. ഇന്ന് ആദ്യമായി ഈ പ്രോഗ്രാം കാണുന്നവരുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് ക്ലിനിക്കിൻ്റെ ഈ പേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇത് കുറേ ദിവസമായി ലോക്ക്ഡൗൺ പ്രമാണിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ മുന്നുള്ള എല്ലാ എപ്പിസോഡുകളും എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കിലും എല്ലാം തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പരിപാടി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റന്നാൾ നമുക്ക് വീണ്ടും കാണാം. ദാറ്റ് ഇസ് ഓൺ ഫ്രൈഡേ. വി വിൽ മീറ്റ് അഗെയിൻ. ടിൽ ദെൻ, താങ്ക് യു. നമസ്തേ.